ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീക്ക് നമ്മൾ ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോയായിരുന്നു. ആക്ച്വലി എല്ലാവരും പറഞ്ഞു സീസൺ ടൈം പോകരുതെന്ന്. എങ്കിലും ഞങ്ങൾ പോയത് ഡിസംബർ 22 മുതൽ 27 വരെയുള്ള ഡേറ്റുകളായിരുന്നു ഞങ്ങൾ പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്തത് എവിടെയാണ് സ്റ്റേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ നോക്കി മനസ്സിലാക്കിയത് കലങ്കാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആ സ്റ്റേ ബുക്ക് ചെയ്തത്. അപ്പം നമ്മളവിടെ ഒരു എയർബിഎൻബി ആയിരുന്നു, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് എയർബിഎൻബിന്ന് ബുക്ക് ചെയ്യുമായിരുന്നു. അപ്പം അത്യാവശ്യം റിവ്യൂസൊക്കെ ഉള്ള നോക്കി നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നേത്രാവതിക്കും തിരിച്ചിങ്ങോട്ട് മറുസാഗർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഞാൻ മറുസാഗർ എക്സ്പ്രസ് ഇങ്ങോട്ട് വരാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ളൊരു ട്രെയിനാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പിന്നെ പറയാം. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോയി നേത്രാവതി ഭയങ്കര നല്ല വൃത്തിയൊക്കെ ഉള്ള ട്രെയിനായിരുന്നു. ഇനിയും തൊട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ആ പോയ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ഗോവയ്ക്ക് പോവാണ്. അപ്പോൾ ഇതിപ്പോൾ സമയം 12 മണി. നമുക്ക് 1:50 എറണാകുളത്തു നിന്ന് ട്രെയിൻ, എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ട്രെയിന്. അപ്പോൾ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 മാസം മുമ്പേ ഒക്ടോബറിൽ ബുക്ക് ചെയ്ത ടിക്കറ്റാണ്. പക്ഷേ ഇപ്പം അവസാനം കൺഫേം ആയി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് കമ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ S1-ലും ഇവള് S5-ലും. അവിടെ ചെന്നിട്ട് നോക്കാൻ ടീറ്റിയോടെല്ലാം സംസാരിച്ചൊന്ന് സെറ്റാക്കാൻ പറ്റും. നമ്മുടെ ഊബർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോവാണ്. ചേട്ടാ തുറക്കാവോ? ഓ സോറി. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിൻ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. വൈകുന്നേരം 5 മണി. അപ്പോൾ നമ്മൾ മടഗോൺ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി മടഗോണല്ല നമ്മൾ ഇറങ്ങുന്നത്, നമ്മൾ തിവിയത്തിലാണ് ഇറങ്ങുന്നത്. നമ്മൾ നോർത്ത് ഗോവയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ മടഗോൺ ഭയങ്കര ഒരു നല്ല സ്റ്റേഷനാണ്. കണ്ടേ, ഒരു പ്രീമിയം സ്റ്റേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബോർഡൊക്കെ നോക്കി നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണാനാണ് വെറൈറ്റി ഒരു സ്റ്റേഷൻ. ഇപ്പം നമ്മൾ ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ, നോർത്ത് ഗോവയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തിബിയത്തിലാണ് ഇറങ്ങേണ്ടത്. നമ്മളിപ്പോൾ ലേറ്റാണ്, ഒരു അറൗണ്ട് 1 അവറോളം നമ്മൾ ലേറ്റാണ്. അതില്ല സന്ധ്യയില്ലേ. അളഞ്ഞു തിരിഞ്ഞ് വരുന്ന യൂട്യൂബിനെ നോക്കിയിട്ട് പ്രതീക്ഷയോടെ വന്ന ബ്രവിന് നിരാശയായിട്ടിരിക്കുന്ന എവിടെ ചെന്നാലും ഒരു മലയാളിയുണ്ട്. അന്ന് ആസ്പ വേണമെന്ന് ചോദിച്ചില്ലായിരുന്നു, അവനൊരു മലയാളിയായിരുന്നു. അവനോട് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇപ്പം അവൻ പോയതേ ഉള്ളൂ. തിരിയം സ്റ്റേഷനിലെത്തി. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ അടുത്ത് തന്നെ ഒരുപാട് ബൈക്ക് റെൻ്റൽസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഇല്ല. കുറച്ച് അവിടെ നിന്നൊരു 300-400 മീറ്റർ നടന്നാൽ മാത്രമേ നമുക്ക് ബൈക്ക് റെൻ്റൽസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മളൊന്ന് കറങ്ങി, അവിടെ നമ്മുടെ ലഗേജൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് പതുക്കെ നമ്മൾ ലഗേജൊക്കെ എടുത്ത് മുമ്പോട്ട് നടന്നു. അപ്പോൾ അവിടെ നമുക്ക് കുറേ ഏജൻസ് അവരുടെ ബൈക്ക് റെൻ്റൽ വേണമെന്നൊക്കെ ചോദിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ റേറ്റ് പറഞ്ഞു. ആ റേറ്റോട് സംസാരിച്ച് അവസാനം ഞങ്ങൾ 700 രൂപയ്ക്ക് ഫിക്സ് ചെയ്തു.
എല്ലാവരും വിചാരിക്കും 700 രൂപ റേറ്റ് കൂടുതലല്ലേ എന്ന്. അല്ല, സീസൺ ടൈം ആയിരുന്നു. നമുക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാമെങ്കിൽ നല്ല രീതിയിൽ ഇനിയും പിന്നെയും ബാർഗെയിൻ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 600 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളോട് 1000 രൂപ പറഞ്ഞ ഏജൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നല്ലൊരു വണ്ടിയായിരുന്നു കിട്ടിയത്, ഫാസിനോ ആയിരുന്നു കിട്ടിയത്, അത്യാവശ്യം പുതിയ വണ്ടിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെയാണ് 700 രൂപയ്ക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തത്.